ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പക്ഷെ അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ അച്ചാറാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വറ്റ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനൊരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അതുപോലെ ഇതിൻ്റെ ഞാൻ സ്കിന്നൊന്നും റിമൂവ് ചെയ്തിട്ടില്ല, അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു മസാല ഉണ്ടാക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നമുക്കൊരു മാരിനേഷൻ പോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മീനൊന്ന് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വെളിച്ചെണ്ണയിലാണ് ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഈ മീൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ അധികം ഇങ്ങനെ മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അച്ചാറൊക്കെ നമ്മൾ എപ്പോഴും ഈ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും അതുപോലെ കടുകും ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് ഇതെടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി വിനാഗിരിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള അച്ചാറാണ് വേണമെങ്കിൽ മുളക് പൊടിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണം അച്ചാറിൽ എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അച്ചാറിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം.
ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് ഈ മീൻ ഈ ഒരു ഗ്രേവിയിലിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോഴാണ് ഈ മീനിലേക്ക് ഈ അച്ചാറിൻ്റെ കറക്റ്റ് എരിവും പുളിയൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ അച്ചാർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗ്രേവി നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ വിനാഗിരിയും അതുപോലെ ചൂടുവെള്ളത്തിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അച്ചാറൊക്കെ എല്ലാവർക്കും അറിയാലോ, ഒന്ന് ഇരുന്ന് കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം ഒരാഴ്ചയൊക്കെ ഒന്ന് ഇരുന്നാൽ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ മീൻ അച്ചാർ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്